പാലക്കാട് ഭക്ഷണം വിളമ്പുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് അനന്തരവന്റെ അടിയേറ്റ അമ്മാവൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി പിടിയിലായത് സഹോദരിയുടെ മകൻ പ്രഭാകരൻ. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയായിരുന്നു സംഭവം. ഇരുമ്പ് തണ്ട് ഉപയോഗിച്ച് തലയ്ക്ക് അടിക്കുകയായിരുന്നു എന്നാണ് വിവരം. മദ്യലഹരിയിലായിരുന്നു ആക്രമണം. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പാലക്കാടാണ് ഭക്ഷണം വിളമ്പുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് അനന്തരവന്റെ അടിയേറ്റ് അമ്മാവൻ കൊല്ലപ്പെട്ടത്. ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുകയാണ്. സഹോദരിയുടെ മകൻ, ഈ കൊല്ലപ്പെട്ട ആളുടെ സഹോദരിയുടെ മകനായ പ്രഭാകരനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇന്നലെ രാത്രി 8 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇരുമ്പ് തണ്ട് ഉപയോഗിച്ച് തലയ്ക്ക് അടിക്കുകയായിരുന്നു എന്നതാണ് വിവരം. മദ്യലഹരിയിലായിരുന്നു ഈ ഒരു ആക്രമണം എന്നതാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ ഒരു സംഭവത്തിൽ ഈ കൊല്ലപ്പെട്ടയാളുടെ സഹോദരിയുടെ മകനായ പ്രഭാകരനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി 2 നാൾ മാത്രം. ദേശീയ നേതാക്കൾ കൂടി എത്തിയതോടെ കളം നിറഞ്ഞിരിക്കുകയാണ്. ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മോടക്കുറിശി മണ്ഡലത്തിൽ മൈലാപ്പൂർ മണ്ഡലത്തിലും റോഡ് ഷോയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ മൈലാപ്പൂർ ടി നഗർ എന്നിവിടങ്ങളിൽ പ്രചാരണത്തിനെത്തിയിരുന്നു. ഇന്നത്തെ പര്യടനം ചെന്നൈയിലാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ 2ാം ഘട്ട പ്രചാരണം ഇന്ന് ആരംഭിക്കും. കന്യാകുമാരി, തൂത്തുക്കുടി, തിരുനെൽവേലി എന്നിവിടങ്ങളിലെ പരിപാടിയിലും പങ്കെടുക്കും. TVK അധ്യക്ഷൻ നടൻ വിജയ് 11 മണിക്ക് തിരുവള്ളൂർ ജില്ലയിൽ പര്യടനം നടത്തും. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ദേശീയ നേതാക്കളടക്കം ഈ ഒരു പ്രചാരണത്തിനായി എത്തിയതോടുകൂടി തെരഞ്ഞെടുപ്പിന്റെ കളം നിറഞ്ഞിരിക്കുകയാണ്. ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എത്തിയിരുന്നു. മോടക്കുറിശി മണ്ഡലത്തിലും മൈലാപ്പൂർ മണ്ഡലത്തിലും റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ മൈലാപ്പൂർ ടി നഗർ എന്നിവിടങ്ങളിൽ പ്രചാരണത്തിലും എത്തിയിരുന്നു. ഇന്നത്തെ പര്യടനം ചെന്നൈയിലാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും 2ാം ഘട്ട പ്രചാരണത്തിനായി ഇന്ന് എത്തുന്നുണ്ട്. കന്യാകുമാരി, തൂത്തുക്കുടി, തിരുനെൽവേലി എന്നിവിടങ്ങളിലാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. TVK അധ്യക്ഷൻ നടൻ വിജയ് ഇന്ന് 11 മണിക്ക് തിരുവള്ളൂർ ജില്ലയിലും പര്യടനം നടത്തും. മൂവാറ്റുപുഴ ആവോലിപ്പുഴയിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയെ കണ്ടെത്തി. വാഴക്കുളം സ്വദേശി അശ്വിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പരീക്കപീടിക സ്വദേശി ക്രിസിനായി തെരച്ചിൽ തുടരുന്നു. ഇന്നലെയാണ് മൂവാറ്റുപുഴ ആവോലി പഞ്ചായത്തിലെ വള്ളിക്കടവിൽ വെച്ച് ഇരുവരും ഒഴുക്കിൽപ്പെടുന്നത്. 2 പേരും +2 വിദ്യാർത്ഥികളാണ്. ഇന്നലെയാണ് മൂവാറ്റുപുഴ ആവോലി പഞ്ചായത്തിലെ വള്ളിക്കടവിൽ വെച്ച് +2 വിദ്യാർത്ഥികളായ 2 പേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുന്നത്. ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ കാണാതായ ഒരു വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. വാഴക്കുളം സ്വദേശിയായ അശ്വിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പരീക്കപീടിക സ്വദേശിയായ ക്രിസിനായി തെരച്ചിൽ തുടരുകയാണ്. മൂവാറ്റുപുഴ ആവോലിപ്പുഴയിലാണ് കുളിക്കാൻ ഇറങ്ങി ഒഴുക്കിൽപ്പെട്ട് 2 വിദ്യാർത്ഥികൾ, 2 +2 വിദ്യാർത്ഥികളെ കാണാതായത്. ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയായ അശ്വിന്റെ, വാഴക്കുളം സ്വദേശിയായ അശ്വിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊരു വിദ്യാർത്ഥിയായ ക്രിസിനായി തെരച്ചിൽ തുടരുകയാണ്.